ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല ശ്രീനിവാസന്റെ പഴയ ഒരു മൂവിയിലെ സീനാണ് നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. ബ്രേക്ക് എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ മൈക്ക് എവിടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൈക്കിന് പകരം കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും. അപ്പോൾ ചോദ്യം കസേര എവിടെ എന്നായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയോ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ കോൺഗ്രസ്സിന് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ അടിപിടി. ഈ ഇലക്ഷനിൽ സംസ്ഥാന സർക്കാരിനെ പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ പൊട്ടിച്ചിട്ട് അധികാരത്തിൽ വന്നാലും ഇത് തന്നെയായിരിക്കും വേറെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളൊക്കെ വോട്ട് ഏകീകരിച്ച് ഇവർക്ക് കൊടുക്കുമ്പോൾ എന്ത് റിസൾട്ടാണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. കേന്ദ്ര സർക്കാർ വരാൻ തന്നെ കാരണം ആരാണ്? കോൺഗ്രസ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായ രാഷ്ട്രീയ പഠനം നടത്തേണ്ടതുണ്ട്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവർക്ക് വോട്ട് കൊടുക്കുക? നമ്മൾ പുതുതായിട്ടൊരു സംഭവം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇടതും വലുതും മാറി ഭരിച്ച് ഇവർ തമ്മിൽ അടി ചെയ്തിട്ട് കേന്ദ്രത്തിൽ BJPയും RSSും ഒക്കെ അവർക്കൊക്കെ എല്ലാവിധ താളവും കൊടുക്കുന്ന ഇവരുടെ അധികാരമോഹം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇത് ഈ കുട്ടി നേതാക്കന്മാർ മുതൽ കാലങ്ങളായി വർഷങ്ങളായി ആ സ്ഥാനം വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വരെയുണ്ട് കോൺഗ്രസ്സിൽ. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തണം. കാരണം വരാൻ പോകുന്ന ഇലക്ഷന് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത് വലതാകട്ടെ ഇടതാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേരള യാത്ര നടത്തുന്നു. കേരള യാത്രയിൽ വെക്കുന്ന പ്രമേഹം തന്നെ വിഭാഗീയതയും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കാമെന്നുള്ളതാണ്. പക്ഷേ പരസ്പരം തമ്മിലടിയാണ് അതിനുള്ളിൽ നടക്കുന്നത്. അധികാരത്തിൻ്റെ വടംവലിയാണ് നമ്മളവിടെ കാണുന്നത്. പരസ്യമായി ജനങ്ങളെ മുന്നിൽ വരെ കൃത്യമായിട്ട് അത് വിസിബിളാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുക, എന്നിട്ട് നമ്മുടെ ഓരോ വോട്ടുകളും കൃത്യമായ രീതിയിൽ വിനിയോഗിക്കും.